Hi my dear friends, I hope all are safe at home. Right, it's time to welcome you all once again your English time. Yes, in the last class teacher asked you to some activities. I know you all have submitted with your teacher, right? Let's have a look at some of the activities done by your friends. നമുക്ക് ചില കൂട്ടുകാർ എഴുതിയ ആക്ടിവിറ്റീസ് നോക്കിയാലോ? ഡിയർ ഫ്രണ്ട്സ്, ഡു യു റിമെമ്പർ ദ ആക്ടിവിറ്റി? കുട്ടികൾക്ക് ആ ആക്ടിവിറ്റി ഏതാണെന്ന് ഓർമ്മയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ആക്ടിവിറ്റി ഏതായിരുന്നു? യെസ്, ടോട്ടോച്ചാൻ ഡിസൈഡഡ് ടു ഇൻവൈറ്റ് യാസോക്കി-ചാൻ ടു ക്ലൈംബ് എ ട്രീ. വാട്ട് വുഡ് their conversation be? ടോട്ടോച്ചാൻ യാസോക്കി-ചാനെ തന്റെ മരത്തിൽ കയറാൻ സഹായിക്കുന്നു. What would their conversation be? അവർ തമ്മിലുള്ള സംഭാഷണം എന്തായിരുന്നു? അതായിരുന്നു അല്ലേ എഴുതാൻ. എന്തായിരുന്നു അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരുന്നു എഴുതാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. നിങ്ങൾ എല്ലാവരും എഴുതിയില്ലേ? യെസ്. ലെറ്റ്സ് വാച്ച് സം ഓഫ് ദി ആക്ടിവിറ്റീസ് ബൈ യുവർ ഫ്രണ്ട്സ്. പ്ലീസ് വാച്ച് ഇറ്റ്. ടോട്ടോ-ചാൻ, hello Yasuaki-chan, nice to meet you. Yasuaki-chan, nice to meet you, Toto. Toto-chan, see my tree, how's it? Yasuaki-chan, it is really big. Is it slippery to climb? Toto-chan, yes, but I can do it skillfully. Did you see that fork? Yasuaki-chan, the fork high above from the ground, right? Toto-chan, that fork is as comfortable as a hammock. Yasuaki-chan, is it really fun sitting there? Toto-chan, yes, we can look into the distance at the sky and the people walking by. Yasuaki-chan, that is great. I never climbed a tree. I have no tree as my own. Toto-chan, do you wish to climb my tree? Yasuaki-chan, yes, but how can I climb a tree? Toto-chan, we shall make a plan, but please keep it as a secret. Yasuaki-chan, yes, if someone knows, they would create a fuss. ശാരീരികപരമായ പരിമിതികളെ അതിജീവിച്ച് ഒരുപാട് ഉയരങ്ങളിലെത്തിയ മഹത് വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഒരുപാട് ഉയരങ്ങളിലെത്തിയ ഒരുപാട് വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ പല കഥകളിലും കവിതകളിലൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഇതുപോലെ ശാരീരികപരമായ പരിമിതികളുള്ള ഒരു കൊച്ചു കൂട്ടുകാരനെ സഹായിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? നമ്മള് കൊച്ചു പെൺകുട്ടിയുടെ കഥയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ആ കുട്ടി ഒരു കുട്ടീനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ഭിന്നശേഷിക്കാരനായ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒരു മരത്തിൽ കയറ്റാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ടോട്ടോ-ചാൻ എന്ന കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് അല്ലെ? ടോട്ടോ-ചാൻ എന്താ ചെയ്യുന്നത്? യാസോക്കി-ചാൻ എന്ന ഒരു കൊച്ചു കുട്ടീനെ മരത്തിൽ കയറാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കഥയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ടോട്ടോ-ചാന്റെ മറ്റൊരു കഥ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതായിരുന്നു ആ കഥ? ഓർമ്മയുണ്ടോ മലയാളത്തിൽ പഠിച്ച കഥ? യെസ്, കൃഷ്ണമാഷി എന്ന കഥയിലാണ് നമ്മൾ ടോട്ടോ-ചാന്റെ കഥ വായിച്ചത് അല്ലേ? ആ കഥയുടെ മറ്റൊരു ഭാഗമാണ് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ. ടോട്ടോ-ചാൻ തന്റെ സുഹൃത്തായ യാസോക്കി-ചാനെ തന്റെ മരത്തിലേക്ക് കയറ്റാൻ വേണ്ടി സ്കൂളിന്റെ മൈതാനത്തിലേക്ക് കൊണ്ടുവന്നതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? ഓർമ്മയില്ലേ കുട്ടികളെ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വരെ? യെസ്.
യാസോക്കിച്ചൻ പോളിയോ ബാധിച്ച ഒരു കുട്ടിയാണ്. അവനെ മരത്തിൽ കയറ്റുക എന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പോളിയോ ബാധിച്ച കുട്ടീനെ പെട്ടെന്ന് മരത്തിലേക്ക് കയറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ഇവിടെ യാസോക്കിച്ചനെ മരത്തിൽ കയറ്റാൻ വേണ്ടി ടോട്ടോച്ചൻ സഹായിക്കുകയാണ് അല്ലേ. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ മരത്തിൽ കയറ്റാൻ വേണ്ടി ടോട്ടോച്ചൻ സഹായിക്കുകയാണ്. ആരെ? യാസോക്കിച്ചാനെ. യെസ്. സ്കൂൾ മൈതാനത്തിൽ എത്തിയതിനു ശേഷം എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇനി മരത്തിൽ കയറ്റാൻ വേണ്ടി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. The climb. Toto-chan led Yaswati-chan to her tree. Then she ran to the nearby shed and got a ladder. She dragged it over to the tree and leaned it against the trunk so that it reached the fork. She climbed up quickly and holding the top of the ladder, called down, "All right." Climbing up, Yasokichan's arms and legs were very weak. It seemed he could not even get on the first rank without help. The climb, ഒരു കയറ്റം. ടോട്ടോച്ചൻ led Yasokichan to her tree. ടോട്ടോച്ചൻ യാസോക്കിച്ചാനെ തന്റെ മരത്തിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. Then she ran to the nearby shed and got a ladder. അതിനുശേഷം അവൾ അടുത്തുള്ള ഒരു ഷെഡിൽ പോയി അവിടെ നിന്നും ഒരു ഏണി എടുത്തുകൊണ്ട് വന്നു. എന്തിനാ ഏണി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവുക? എന്തിനായിരിക്കും? മരത്തിൽ കയറാനായിരിക്കും അല്ലേ. നമുക്ക് നോക്കാം. She dragged it over to the tree and leaned it against the trunk so that it reached the fork. അവൾ ആ ഏണി വലിച്ചിഴച്ചു കൊണ്ടുവന്ന് മരത്തിൽ ചാരി വെച്ചു. ഇപ്പോൾ ആ ഏണി വഴി മരത്തിലേക്ക് സുഖമായി കയറാൻ പറ്റുന്ന വിധത്തിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ. She climbed up quickly and holding the top of the ladder, called down, "All right, try climbing up." അവൾ പെട്ടെന്ന് ആ ഏണി വഴി മുകളിലേക്ക് കയറി. എന്നിട്ട് അതിന്റെ മുകൾ വശം ചേർത്ത് പിടിച്ച് ബലമായ സുരക്ഷിതമായ രീതിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കി പറഞ്ഞു, "ഇപ്പോൾ എല്ലാം ശരിയായി, ഒന്ന് കയറാൻ ശ്രമിച്ചു നോക്കൂ." എന്താ പറഞ്ഞത്? ഇപ്പോ എല്ലാം ശരിയായി, ഒന്ന് കയറാൻ ശ്രമിച്ചു നോക്കൂ എന്നാ പറഞ്ഞത് അല്ലേ. ആര് പറഞ്ഞു? ആരാ പറഞ്ഞത്? ടോട്ടോച്ചാനാ പറഞ്ഞത് അല്ലേ. ഈ ഏണി വഴി സുഖമായി ഒന്ന് കയറി നോക്കൂ എന്ന് പറഞ്ഞു. ആരോടാ പറഞ്ഞത്? യെസ്, യാസോക്കിച്ചാനോടാണ് കയറാൻ പറഞ്ഞത് അല്ലേ. യാസോക്കിച്ചാന് മരത്തിൽ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഏണി കൊണ്ടുവന്ന് വെച്ച് അതിൽ സുഖമായി ഇനി കയറിക്കോളൂ എന്നാണ് പറഞ്ഞത്. യാസോക്കിച്ചാൻസ് ആർംസ് ആൻഡ് ലെഗ്സ് were very weak. യാസോക്കിച്ചാന്റെ കൈകാലുകൾ വളരെ ദുർബലമായിരുന്നു. It seemed he could not even get on the first rank without help. അവനൊരു സഹായമില്ലാതെ ആ ഏണിയിൽ ഒരു പടി പോലും കയറാൻ സാധിക്കുമായിരുന്നില്ല. ആർക്ക്? യാസോക്കിച്ചാന് ഒരു സഹായമില്ലാതെ ആ ഏണിപ്പടി വഴി ഒരു പടി പോലും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണ് കാരണം? വെരി ഗുഡ്, അവൻ പോളിയോ ബാധിച്ച ഒരു കുട്ടിയാണ് അല്ലേ. യാസോക്കിച്ചാൻ സാധാരണ കുട്ടികളെ പോലെയാണോ? അല്ലല്ലോ, അവൻ പോളിയോ ബാധിച്ച ഒരു കുട്ടിയാണ്. അപ്പൊ അവന് ഏണിപ്പടിയിലൂടെ ഒറ്റയ്ക്ക് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ കുട്ടിക്ക് പ്രയാസമായിരുന്നു അല്ലേ ഏണിപ്പടിയിലൂടെ മരത്തിലേക്ക് കയറാന്. വെരി ഗുഡ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം അല്ലേ. ഹൗ വിൽ ടോട്ടോച്ചൻ ഹെൽപ് ഹിം ക്ലൈംബ് ദ ട്രീ? എങ്ങനെയാണ് ടോട്ടോച്ചൻ യാസോക്കിച്ചാനെ മരത്തിൽ കയറാൻ സഹായിച്ചത്? എങ്ങനെയാ സഹായിച്ചത്? ടീച്ചർ ഇപ്പൊ പറഞ്ഞു തന്നില്ലേ. ടീച്ചർ ഇപ്പൊ പറഞ്ഞു തന്ന ഭാഗത്തിലെ ചോദ്യമാണ്. എങ്ങനെയാ ടോട്ടോച്ചൻ യാസോക്കിച്ചാനെ മരത്തിൽ കയറാൻ സഹായിച്ചത്? നിങ്ങളൊന്ന് പറഞ്ഞേ. യെസ്, എത്ര കുട്ടികൾ പറയൂ അങ്ങനെ? ഗുഡ്. എന്നാ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. ടോട്ടോച്ചൻ ran to nearby the shed and got a ladder. She dragged it over to the tree and leaned it against the trunk so that it reached the fork. She climbed up quickly and holding the top of the ladder, called Yasokichan to climb. യാസോക്കിച്ചാൻ മരത്തിൽ കയറാൻ വേണ്ടി ടോട്ടോച്ചൻ ഒരു ഏണി എടുത്തു കൊണ്ടുവന്ന് മരത്തിൽ ചാരി വെച്ചു അല്ലേ. മരത്തിൽ ചാരി വെച്ച് എന്ത് സംഭവിച്ചു?
മരത്തിൽ ചാരി വെച്ച് ഏണി ബലമായി പിടിച്ചു. ടോട്ടോച്ചാൻ ഏണി വഴി മേലെ കയറി അത് ബലമായി പിടിച്ച് യാസോക്കിച്ചാനോട് കയറാൻ പറഞ്ഞു അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചത്? യെസ്. നമുക്കൊരു കൂട്ടുകാരി ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? യെസ്. The climb. Toto-chan dragged Yasuki-chan to her tree. Then she ran to the nearby shed and got a ladder. She dragged it over to the tree and leaned it against the trunk so that it reached the fork. She climbed up quickly and holding the top of the ladder called down. All right, try climbing up. Yasuki-chan's arms and legs were very weak. It seemed he could not even get on the first rung without help. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? യെസ്. എ ഫ്രണ്ട് ഇൻ നീഡ്. Toto-chan hurried down the ladder and tried pushing Yasuki-chan up from behind. Yasuki-chan took his foot off the bottom rung. He stood beside the ladder and with his head bowed. Toto-chan realized that it was going to be very difficult. What should she do? She longed to have Yasuki-chan climb her tree. He was also looking forward to it. She went around and faced him. He looked cheerless. Toto-chan puffed out of her cheeks and made a funny face to cheer him up. Wait, I have got an idea. A friend in need. ആവശ്യമുള്ളപ്പോൾ സഹായിക്കുന്ന ഒരു സുഹൃത്ത്. Toto-chan hurried down the ladder and tried pushing Yasuki-chan up from behind. Toto-chan ഏണിയിൽ നിന്നും താഴെ ഇറങ്ങി വന്ന് യാസോക്കി-ചാനെ പിന്നിൽ നിന്നും തള്ളി കയറ്റാൻ ശ്രമിച്ചു. അല്ലേ? ടോട്ടോ-ചാൻ ഏണിയുടെ മുകളിലായിരുന്നു, മരത്തിന്റെ മേലെയായിരുന്നു നിന്നിരുന്നത്. അവൻ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു. എന്തിനെ? യാസോക്കി-ചാന് ഒരു പടി പോലും കയറാൻ പറ്റുന്നില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ ഏണിയിൽ കയറാൻ വേണ്ടി സഹായിക്കാൻ ശ്രമിച്ചു. Yasuki-chan took his foot off the bottom rung. Yasuki-chan താഴെയുള്ള പടിയിൽ നിന്നും കാലെടുക്കാൻ നോക്കി. He stood beside the ladder with his head bowed. അവൻ ആ ഏണിയുടെ അടുത്ത് ചെന്ന് തല താഴ്ത്തിക്കൊണ്ട് നിന്നു. എന്താണ്? അവന് കയറാൻ പറ്റുന്നില്ല അല്ലേ? ആർക്കാണ് പറ്റാത്തത്? ആർക്കാ പറ്റാത്തത്? യെസ്, ആർക്കാ? യാസോക്കി-ചാന് ഒരു പടി പോലും കയറാൻ പറ്റുന്നില്ല. അപ്പൊ അവന് കഴിയാത്തത് കൊണ്ട് തല താഴ്ത്തി നിന്നു ഏണിയുടെ അടുത്ത് പോയിട്ട്, അല്ലേ? യെസ്. Toto-chan realized that it was going to be very difficult. കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് അപ്പോൾ ടോട്ടോ-ചാന് മനസ്സിലായി, അല്ലേ? എന്താ മനസ്സിലായത്? കാര്യം കൂടുതൽ കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന്, അല്ലേ? എന്തുകൊണ്ട്? യാസോക്കി-ചാനെ ഏണിയിൽ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടുതൽ കുഴപ്പത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് ടോട്ടോ-ചാന് മനസ്സിലായി. വാട്ട് ഷുഡ് ഷീ ഡു? അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആർക്ക്? യാസോക്കി-ചാനെ മരത്തിൽ കയറ്റാൻ വേണ്ടി ടോട്ടോ-ചാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്, അല്ലേ? She longed to have Yasuki-chan climb her tree. യാസോക്കി-ചാനെ തന്റെ മരത്തിൽ കയറ്റണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. ആർക്ക്? ടോട്ടോ-ചാന്. ടോട്ടോ-ചാന്റെ മരത്തിൽ കയറ്റണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു, അല്ലേ? യാസോക്കി-ചാനെ ആ മരത്തിൽ കയറ്റാന് വളരെയധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. He was also looking forward to it. അവനും അതിനായി കാത്തിരിക്കുകയായിരുന്നു. ടോട്ടോ-ചാന്റെ മരത്തിൽ കയറാനുള്ള ആഗ്രഹമായി അവനും കാത്തിരിക്കുകയായിരുന്നു, അല്ലേ? യാസോക്കി-ചാനും കാത്തിരിക്കുകയായിരുന്നു. She went around and faced him. അവൾ അവന്റെ അടുത്ത് വന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. He looked cheerless. അവനൊട്ടും തന്നെ സന്തോഷമില്ലായിരുന്നു. എന്തുകൊണ്ടാ സന്തോഷമില്ലാതിരുന്നത്? എന്തുകൊണ്ടായിരുന്നത്? കുട്ടികൾ പറഞ്ഞേ. യാസോക്കി-ചാന് മരത്തിൽ കയറാൻ പറ്റുന്നില്ലായിരുന്നു, അല്ലേ? അതുകൊണ്ടല്ലേ അവന് സങ്കടമായി നിന്നത്, സന്തോഷമില്ലാതെ നിന്നത്? എന്തുകൊണ്ടാ? അവൻ ആ മരത്തിൽ കയറാൻ സാധിക്കുന്നില്ല. യെസ്.
Toto-chan puffed out of her cheeks and made a funny face to cheer up him up. ടോട്ടോ-chan തന്റെ കൊബിളുകൾ വീർപ്പിച്ചുകൊണ്ട് ഗോഷ്ടികൾ കാണിച്ച് യാസോക്കി-ചാനെ ചിരിപ്പിക്കാൻ നോക്കി അല്ലേ? ടോട്ടോ-chan യാസോക്കി-ചാനെ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണിച്ച് ചിരിപ്പിക്കാൻ നോക്കി. അവൻ ദുഃഖത്തിലിരിക്കല്ലേ, അവന്റെ ദുഃഖങ്ങളെല്ലാം മറക്കാൻ വേണ്ടി കുറെ ഗോഷ്ടികളൊക്കെ കാണിച്ചു. എന്തിനെ? ചിരിപ്പിക്കാൻ വേണ്ടി, യാസോക്കി-ചാനെ ചിരിപ്പിക്കാൻ വേണ്ടി അല്ലേ? Wait, I have got an idea. നിൽക്ക്, എനിക്കൊരു സൂത്രം കിട്ടി, അവൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിൽക്ക്, എനിക്കൊരു സൂത്രം കിട്ടി എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? ടോട്ടോ-ചാനാണ് പറഞ്ഞത്. ടോട്ടോ-ചാൻ ഒരു സൂത്രം കിട്ടി, നിൽക്ക് എന്നാണ് പറഞ്ഞത് അല്ലേ? എന്തായിരിക്കും ആ സൂത്രം? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് എഴുതുമല്ലോ. ഇനി നമുക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരി പാഠഭാഗം വായിക്കുന്നതെന്ന് നോക്കിയാലോ? A friend did need. Toto-chan hurried down the ladder and tried pushing Yasuki-chan up from behind. Yasuki-chan took his foot off the bottom rung. He stood beside the ladder with his head bowed. Toto-chan realized that it was going to be very difficult. What should she do? She longed to have Yasuki-chan climb her tree. He was also looking forward to it. She went around and faced him. He looked her legs. Toto-chan puffed out her cheeks and made a funny face to cheer him up. Wait, I have got an idea. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വാട്ട് മൈറ്റ് ബി ദി ഐഡിയ? എന്തായിരുന്നു ടോട്ടോ-ചാന്റെ ഐഡിയ? നമുക്ക് നോക്കാം. She might bring a more comfortable ladder. അവൾ കൂടുതൽ സൗകര്യപ്രദമായ ലാഡർ കൊണ്ടുവരണമായിരുന്നു അല്ലേ? കുറച്ചും കൂടി സൗകര്യമുള്ള ലാഡർ ആണെങ്കിൽ ടോട്ടോ-ചാൻ അങ്ങനെ കുറച്ചും കൂടി സൗകര്യമുള്ള ലാഡർ കൊടുത്തിരുന്നെങ്കിൽ യാസോക്കി-ചാന് വളരെ കുറച്ചും കൂടി ഈസിയായി അതിൽ കയറാൻ പറ്റുമായിരുന്നു അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വുഡ് യു ഡു ഇഫ് യു വർ ഇൻ ടോട്ടോസ് പൊസിഷൻ? നിങ്ങൾ ടോട്ടോയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ഇഫ് ഐ വർ ഇൻ ടോട്ടോസ് പൊസിഷൻസ് ഐ വുഡ് ബ്രിങ് എ സ്റ്റെപ്പ് ലാഡർ. ഞാൻ ടോട്ടോയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഒരു സ്റ്റെപ്പ് ലാഡർ കൊണ്ടുവന്നിരുന്നേനെ. ഇനി നമുക്ക് ആ പാഠഭാഗത്തിലെ പുതിയ വാക്കുകളും അർത്ഥങ്ങളും പരിചയപ്പെടാം. ക്ലൈം കയറുക, ലാഡർ കോണി, ഡ്രാജ്ഡ് വലിച്ചിഴച്ചു, ഫോർക്ക് മരച്ചില്ല, ഡിഫിക്കൽട്ട് ബുദ്ധിമുട്ടുള്ള, ഹറി വേഗം, ബിസൈഡ് പുറമെ, ബോട്ടം താഴെ, ഹെഡ് ബോണ്ട് തല കുനിച്ചു, പഫ്ഡ് വീർപ്പുമുട്ടി, ചീക്സ് കവിളുകൾ. ഇനി ടീച്ചർ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് തരാം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടീച്ചറിന് അത് ചെയ്ത് അയച്ചു കൊടുക്കുമല്ലോ. യെസ്, എല്ലാവരും ചെയ്ത് അയച്ചു കൊടുക്കണം കേട്ടോ. Have you ever climbed a tree? How did you feel then? നിങ്ങൾ എല്ലാവരും ഒരു മരത്തിൽ കയറിയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന അനുഭവം എന്താണ്? അതാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്കൊരു മരത്തിൽ കയറിയപ്പോൾ ഉണ്ടായ അനുഭവമാണ് നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് എഴുതി അയച്ചു കൊടുക്കേണ്ടത്. അപ്പൊ കുട്ടികൾ എല്ലാവരും അത് ചെയ്യില്ലേ? യെസ്. Let's conclude our class. Okay, thank you. Bye.